ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു അയില പൊള്ളിച്ചത് ഉണ്ടാക്കിയെടുത്താലോ. അയില എന്നല്ല, ഏത് മത്സ്യവും ഇതുപോലെ പൊള്ളിച്ചെടുക്കാം. ഇതിനായി കഴുകി വൃത്തിയാക്കിയ അയില നല്ലപോലെ വരഞ്ഞു വെക്കുക. മസാലയെല്ലാം ഇതിലേക്ക് നന്നായി ഇറങ്ങാൻ വേണ്ടിയാണിത്. ഇനി ഇതിനാവശ്യമായ അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇതിനായി 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, 4-5 ചെറിയ ഉള്ളി, 3-4 പച്ചമുളക്. ഇവിടെ കാന്താരി മുളക് ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ എടുത്തത്. അതിന് പകരം പച്ചമുളക് എടുക്കാം. ഇനി ആവശ്യത്തിന് കുരുമുളക്, അത് അങ്ങനെ തന്നെ ഇടുക ചെയ്ത് പൊടിച്ചിട്ടില്ല. ഇനി 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും, ഇനി ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ക്രഷ് ചെയ്ത കൂട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മിക്സ് നല്ലപോലെ നമുക്ക് മത്സ്യത്തിൽ തേച്ച് പിടിപ്പിക്കാം. മത്സ്യത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. എന്നാലേ മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും മത്സ്യം. ഇനി ഇത് ഒരു 10-15 മിനിറ്റ് നമുക്ക് വെക്കാം. മസാലയെല്ലാം അതിലേക്ക് നല്ലോണം പിടിക്കുന്നതിന് വേണ്ടിയാണിത്. എത്ര വെക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് സവാള, 3 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത്, 2 തക്കാളി നീളത്തിലരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയാണ്. ഇനി അയില നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇത് നല്ലപോലെ മൊരിയണമെന്നില്ല, എന്നാൽ മൊരിയാതിരിക്കരുത്. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ നമുക്ക് മത്സ്യം വറുത്തെടുക്കാം. ഇനി ഇത് വറുത്ത് മാറ്റുക. വറുത്ത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ മസാലയെല്ലാം മാറ്റണം. ഇല്ലെങ്കിൽ ഇനി നമ്മൾ ഉള്ളിയെല്ലാം വഴറ്റുമ്പോൾ അതിൽ മസാല കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മസാല മാറ്റാൻ പറഞ്ഞത്. ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് 2-3 പച്ചമുളക് കീറിയതിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് 3 മീഡിയം സൈസ് സവാള നീളത്തിൽ മുറിച്ചത് ഒന്ന് വഴറ്റി ഒരല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുന്നത് സവാള ഒന്ന് വേഗത്തിൽ വഴന്നു വരുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലപോലെ വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നേരത്തെ അരച്ച മസാലയായി മത്സ്യത്തിൽ തേച്ച് പിടിപ്പിക്കാൻ വെച്ച മസാലയുടെ ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ വഴറ്റാം. ഈ മസാല എല്ലാം ഇതിലേക്ക് നന്നായി പിടിക്കുന്നവരെ നന്നായി വഴറ്റാം. ഇനി ഒരു ഇല വാട്ടിയ ശേഷം അതിലേക്ക് ഈ മസാല നിരത്തി കൊടുക്കാം. എല്ലാ ഇലയും ഒരുപോലെ വെച്ച് അതിലേക്കെല്ലാം മസാല, അടിയിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ട മസാല നിരത്തി വയ്ക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച മത്സ്യം അയില വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലാക്കി ബാക്കി ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുക്കുക നിരത്തിയിട്ട്. ഇനി ഇത് നന്നായി ഒരു നൂല് ഉപയോഗിച്ച് നമുക്ക് മടക്കി കെട്ടി വയ്ക്കാം. ഇനി ഇതാണ് നമുക്ക് ചുട്ടെടുക്കേണ്ടത്. അതിനുവേണ്ടി നല്ലപോലെ മടക്കി ഒരു നൂല് ഉപയോഗിച്ച് കെട്ടി വയ്ക്കാം. എല്ലാം ഒരുപോലെ കെട്ടിയ ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് ഒരല്പം എണ്ണ തടവിയ ശേഷം
അധികമൊന്നും എണ്ണ വേണ്ട, ഇതിലെല്ലാം നല്ല എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരല്പം എണ്ണ തടവിയാൽ മതിയാവും. അതിനുശേഷം ഇതെല്ലാം നിരത്തി വെച്ച് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. ഈ ഇലയെല്ലാം നന്നായി ഒന്ന് അതിലെ മസാലയൊക്കെ നമ്മുടെ ഉള്ളിയിൽ നിന്നെല്ലാം വരുന്ന ആ ഒരു എണ്ണ ഇറങ്ങി വരുമ്പോൾ ഏകദേശം റെഡിയായി കാണും. ഇതാ നമ്മുടെ അയില പൊള്ളിച്ചതിൻ്റെ റെഡിയായി. ഈ അയില പൊള്ളിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.